അങ്ങനെ വനിതാ ഏകദിന ലോകകപ്പിൽ ഒരു ചരിത്രം എഴുതിയിരിക്കുന്നു ഇന്ത്യൻ പെൺപട. കലാശപ്പോരിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് തോൽപ്പിച്ചാണ് കന്നിക്കിരീടത്തിൽ ഇന്ത്യ മുത്തമിട്ടത്. ഇന്ത്യക്കായി ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ച ഷെഫാലി വർമ്മ ഫൈനലിലെ താരമായി. ദീപ്തി ശർമ്മ ടൂർണമെന്റിലെയും താരം. ഗൗതം അമ്രകുഞ്ചമാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേർന്നത്. ഗൗതം, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു പുതു ചരിത്രം കുറിച്ചിരിക്കുന്നു ഇന്ത്യൻ പെൺപട. ഒരു പുതു യുഗപ്പിറവിയാണ്. തീർച്ചയായിട്ടും ചെയ്തു നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള അല്ലെങ്കിൽ ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടത്തിൻ്റെ നെറുകയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ വനിതാ ടീം ഉള്ളത്. അവർ എല്ലാ കാലത്തും നേരിട്ടിരുന്ന അവഗണനയുടെയും അതോടൊപ്പം തന്നെ പരിഹാസത്തിനുമൊക്കെ മറുപടി നൽകിക്കൊണ്ട് വനിതാ ഏകദിന ലോകകപ്പിൻ്റെ കന്നിക്കിരീടം അത് ചൂടിയിരിക്കുകയാണ്. ഒരുപക്ഷെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് 73-ൽ ഇത് ആരംഭിക്കുമ്പോൾ മുതൽ അവിടെ നിന്നിങ്ങോട്ട് പലകുറി നമുക്ക് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയ പല മത്സരങ്ങളുണ്ട്. ആ മത്സരങ്ങളുടെയൊക്കെ തന്നെ ഒരു ദുഃഖം അല്ലെങ്കിൽ നിരാശ അത് നികത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഹർമൻപ്രീതും സംഘവും ഈ കിരീടം ഉയർത്തിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കപിൽ ദേവിനും ധോണിക്കും രോഹിത് ശർമ്മയ്ക്കും ശേഷം ഇന്ത്യയിലേക്ക് ഒരു ലോക കിരീടം കൊണ്ടുവരുന്ന ക്യാപ്റ്റൻ എന്ന ഖ്യാതിയോടെയാണ് ഹർമൻപ്രീത് ഈ കിരീടം ഇന്ത്യക്ക് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം നവി മുംബൈയിലായിരുന്നു ഈ മത്സരം നടന്നത്. നമുക്കറിയാം നവി മുംബൈയിലെ മത്സരത്തിൽ ഉദ്വേഗജനകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത്. തുടക്കത്തിൽ തന്നെ സ്മൃതി മന്ദാനയും അതോടൊപ്പം ഷെഫാലി വർമ്മയും ചേർന്ന് നൽകിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട്, പിന്നീട് ദീപ്തി ശർമ്മയുടെ മികച്ച ബൗളിംഗ് പ്രകടനം, 5 വിക്കറ്റ് നേടിയാണ് ഫൈനലിൽ ദീപ്തി തൻ്റെ കഴിവ് തെളിയിച്ചത്. ഒപ്പം തന്നെ ഹർമൻപ്രീത് നടത്തിയിട്ടുള്ള ക്യാപ്റ്റൻ എന്ന നിലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, നിർണായക തീരുമാനങ്ങൾ, മികച്ച ഫീൽഡിംഗ്, അങ്ങനെ എല്ലാം കൊണ്ടും കെട്ടുറപ്പുള്ളൊരു ടീം ഈ ടൂർണമെൻറ്റിലുടനീളം ഈ കപ്പിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം, അത് കിട്ടിയേ അടങ്ങൂ എന്നുള്ള വാശിയിലുള്ളൊരു പോരാട്ടം കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കിരീടം നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് ലോകം ഒന്നടങ്കവും സ്പോർട്സിനെ സ്നേഹിക്കുന്നവരും ഒപ്പം തന്നെ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഈ ടീമിന് അഭിനന്ദനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ BCCI ഉൾപ്പെടെയുള്ള സംഘടനകൾ, BCCI ഉൾപ്പെടെയുള്ള ഓർഗനൈസേഷനുകൾ ഇപ്പോൾ നിലവിൽ ഇവർക്ക് കൂടുതൽ ധനസഹായം ഉൾപ്പെടെ, അതായത് പാരിതോഷികം ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതായത് ക്രിക്കറ്റിൻ്റെ അപ്പാടെയുള്ള ഒരു മുഖം മാറ്റി എഴുതുന്ന നിലയിലേക്ക് നിലവിൽ ലോക കിരീടം ചൂടിയ പെൺപട അവരുടെ കിരീട നേട്ടം വഴിയൊരുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ മികച്ച നിലയിലേക്ക് വനിതാ ക്രിക്കറ്റിനെ പരിഗണിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അത്രയും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനഹൃദയങ്ങളിൽ വലിയ ആവേശം തീർത്താണ് ഈ കിരീടം നേടിയിരിക്കുന്നത്. സെമി ഫൈനലിൽ ഓസ്ട്രേലിയയോടുള്ള വിജയം മുതൽ തന്നെ ഈ കിരീടത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അതൊരു ആവശ്യകതയായി മാറുകയും ആ കിരീടം അവിടെ നിന്നാണ് പൊരുതി നേടിക്കൊണ്ട് ഈ ഒരു കിരീട നേട്ടം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഷെഫാലി വർമ്മയാണ് ഈ ഫൈനൽ മത്സരത്തിലെ സാധാരണയൊക്കെ ഇന്ത്യയുടെ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ നിന്ന് ആൺചരിതങ്ങൾ മാത്രം കേൾക്കുന്ന ഒരിടത്ത് നിന്ന് പെൺചരിതം കൂടി കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. പുരുഷ ക്രിക്കറ്റ് ടീമിനൊപ്പം തന്നെ സ്ത്രീകളുടെ ക്രിക്കറ്റ് ടീമിനും സ്ഥാനമുണ്ട് എന്ന് ഉറപ്പിച്ചിരുന്ന ഒരു മത്സരമാണ്. അങ്ങനെ ഒരു പുതുയുഗം കൂടി പിറന്നിരിക്കുന്നു.